ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ദിവസത്തെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിന് നമുക്ക് ആഗ്രഹിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം. റോമർ 12:11 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ്: തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഒന്നിച്ചെത്തി പറഞ്ഞേ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യും. ഒന്നുകൂടി പറയാമോ? തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യും. തീഷ്ണതയിൽ മാന്യം കൂടാതെ. റോമാലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനമാണ്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമുക്ക് ഈ വചനമാണ് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം തരുന്നത്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ഇന്ന് കർത്താവിനെ ശുശ്രൂഷിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെല്ലാം തുറക്കപ്പെടണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനം, ഉണർവിൻ്റെ കൊടുങ്കാറ്റ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞടിക്കാൻ ആഗ്രഹിക്കാം. ഈ ആലയത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ആലയത്തെയും ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെയും ഉപകരണങ്ങളെയും കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവെ, അവിടുത്തെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. വചനം തരണമേ, ശക്തി തരണമേ, കൃപ തരണമേ, ഉണർവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെത്തി പ്രാർത്ഥിച്ച്, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, എൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ചെത്തി പ്രാർത്ഥിച്ചേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, എൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമുക്കിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ശക്തമായ ഉണർവും കൃപയും വചനം കേൾക്കാനുള്ള അഭിഷേകം എല്ലാം ലഭിക്കുന്നതിന് ആഗ്രഹിച്ച് എല്ലാ ജീവിതങ്ങളും ഇന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് വന്ന മക്കളുണ്ട്. വളരെ വിദൂരത്തിൽ നിന്ന് വെളുപ്പിനെ 5 മണിക്ക് 5:30 ഇവിടെ എത്തിയവരുണ്ട്. ഉറങ്ങാതെ രാത്രി സഞ്ചരിച്ച് ഇവിടെ എത്തിയവരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഓൺലൈനിലൂടെ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പാതിരാത്രികളിൽ ഉണർന്നിരുന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനം. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈ വചനം വിശ്വസിക്കാം. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. മാതാവേ, അമ്മ പ്രത്യേകം ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ ആലയത്തിൽ നിറയാൻ പ്രാർത്ഥിക്കണമേ. ചെത്തി പ്രാർത്ഥിച്ചേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 14-ാം തിരുവചനം. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലീദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് ലീദിയായുടെ ഹൃദയം തുറന്നു.
മാതാവേ, എല്ലാ ഹൃദയങ്ങളും വചനത്തിനായി തുറക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് ചെത്തി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഇരിക്കാം. ഹൃദയം തുറന്ന് ഹല്ലേലൂയാ, സന്തോഷത്തോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിലാണ്. ലേവ്യരുടെ പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കാതിരുന്നൊരു പുസ്തകം കർത്താവ് അതിൻ്റെ ചുരുൾ അഴിച്ചു തരുമ്പോൾ നമുക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ലേവ്യരുടെ പുസ്തകം എടുക്കാൻ എനിക്ക് ഒരാവേശമുണ്ട്. അതായത് നമ്മളിത് വായിക്കാത്തത് കൊണ്ടായിരുന്നു, പഠിക്കാത്തത് കൊണ്ടായിരുന്നു. എന്തെല്ലാം വലിയ മർമ്മപ്രധാനമായ രഹസ്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്പെയിനിൽ നിന്ന് ബഹുമാനപ്പെട്ടൊരു സിസ്റ്റർ ഒരു സന്ദേശം ഇവിടെ അയച്ചു. അതിങ്ങനെയാണ്, അതായത് ആ സിസ്റ്റർ ബൈബിൾ പഠിക്കുകയാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ ബൈബിൾ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും സിസ്റ്ററിൻ്റെ വിശ്വാസത്തിൽ ചില പോരായ്മ വരുത്തുന്നോ എന്ന് സിസ്റ്ററിനൊരു പേടി. അതുകൊണ്ട് സിസ്റ്റർ എന്ത് ചെയ്തു? സിസ്റ്റർ ശനിയാഴ്ചകളിലെ നമ്മുടെ വചന പഠന ശുശ്രൂഷയിൽ സംബന്ധിച്ച് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വചനം പഠിക്കാൻ വേണ്ടി പോയൊരു ബഹുമാനപ്പെട്ട സിസ്റ്ററാണ്. ആ സിസ്റ്റർ അവിടുത്തെ പഠിക്കുന്നുണ്ട്, ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടി. ബൈബിള് ദൈവം ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഗ്രഹിക്കാൻ വേണ്ടി ഇവിടുത്തെ ശുശ്രൂഷയിലും സംബന്ധിക്കുന്നുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊരു സഹോദരൻ നമ്മുടെ ഈ ആലയത്തിലുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ, കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഞങ്ങളെ ചതിച്ചു. എങ്ങനെയാണ് ചതിച്ചത്? അദ്ദേഹം പറഞ്ഞു, അച്ഛൻ അറിയുമോ, ഞങ്ങൾ രാത്രി നിങ്ങളുടെ ഇവിടുത്തെ ശനിയാഴ്ചത്തെ ശുശ്രൂഷ നടക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ രാത്രിയാണ്. ആ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാതെ അലാം വെച്ച് എഴുന്നേറ്റ് ഇതിൽ സംബന്ധിക്കുകയാണ്. അപ്പം അത്രയും വിലയൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല, ഉണ്ടോ? ഇല്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വേറൊരു രാജ്യത്തു നിന്നൊരു ആള് പറഞ്ഞു, ഞങ്ങൾ വെളുപ്പിനെ അലാറം വെച്ച് എഴുന്നേറ്റ് ഈ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കൂടണം, പിന്നെ വേണ്ട ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഈ ആലയത്തിൽ നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എത്രയോ പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. അത് ദൈവം നമുക്ക് തരുന്ന ഒരു കരുണയാണ്, ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, ഇത് എല്ലാം ബൈബിൾ മുഴുവൻ പഠിച്ച് തീർക്കണം. അന്നേരം ഇത് തീരരുത്. അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത മേഖലകളിലേക്ക് പോകണം. സഭയുടെ പ്രബോധനങ്ങളെല്ലാം പഠിക്കണം. തിരുസഭ 2000 വർഷമായിട്ട് വിശ്വസിച്ചതും പഠിപ്പിച്ചതും എല്ലാം വ്യക്തമാവണം. അതിനെല്ലാം കർത്താവിൻ്റെ കരുണ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ, മരണം വരെ ഞങ്ങളുടെ കൂടെ കാണണേ എന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ഇന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ പറയാൻ പോകുന്നത് ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്കിനി എടുക്കാനുള്ളത് 16-ാമത്തെ അധ്യായമാണ്. ആണോ? 16-ാമത്തെ അധ്യായമാണ് നമ്മളിനി എടുക്കാനുള്ളത്. അതായത് 16-ാമത്തെ അധ്യായം പഠിക്കണമെങ്കിൽ നമുക്ക് 23-ാം അധ്യായം പഠിക്കണം. അതുകൊണ്ട് ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട ചില അധ്യായങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് വളരെ ഒത്തിരി വിടുതലുണ്ടാവുന്നൊരു ദിവസമാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലേവ്യരുടെ പുസ്തകത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ടീച്ചിങ്സാണ്. അത് പറയുമ്പോൾ കെട്ടഴി, അത് പറയുമ്പോൾ കുടുംബത്തെ, അത് ശരിക്കും വചനം മനസ്സിലാക്കി കഴിയുമ്പോൾ, അതാണ് 119-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. അതായത് നിഗൂഢമായിരിക്കുന്ന ചില കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിക്ക് പറ്റില്ല. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാം എനിക്ക് മനസ്സിലായിട്ടുമില്ല. എനിക്കൊരു അറ്റവും മുറിയൊക്കെ പിടികിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലും ആ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ, ഇന്നിപ്പോൾ ഇച്ചിരി അസ്വസ്ഥതയൊക്കെ പ്രതീക്ഷിച്ചു. എന്തെന്നറിയാമോ? അതായത് ഇന്ന് ഈ പറയാൻ പോകുന്ന കാര്യം
നരക കവാടങ്ങളെ തകർക്കുന്ന കാര്യങ്ങളാണ്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഹൃദയങ്ങളെല്ലാം തുറക്കപ്പെടാൻ നമുക്ക് എന്ത് സ്വസ്ഥയൊന്നുമില്ല, എന്നാലും നമ്മൾ എന്ത് വിധേന ഇത് പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ നല്ല ഊർജ്ജസ്വലതയോടെ ഇരിക്കണം. ഞാൻ വലിയ ആവേശം എടുത്തൊന്നും പറയില്ല, മറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ദൈവവചനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ വിശ്വാസം വർദ്ധിക്കണമെന്നില്ല, മറിച്ച് വിശ്വാസം വർദ്ധിക്കുന്നത് എവിടെ നിന്നാണ്? റോമർ 10:17. വിശ്വാസം റേമയിൽ നിന്നാണ്. റേമ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, വിശ്വാസം ദൈവവചനത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും വിശ്വാസം വർദ്ധിച്ചു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കാത് തുറന്ന് കേൾക്കുക. 23-ാം അധ്യായത്തിൽ 8 തിരുനാളുകളെ നമ്മൾ പഠിക്കാൻ പോവാണ്. യഹൂദന്മാരോട് ദൈവം കൽപ്പിച്ച 8 തിരുനാളുകൾ. അതിലെ ഒരു തിരുനാളാണ് 16-ാം അധ്യായത്തിലെ പാപപരിഹാര ദിനം. അതൊരു തിരുനാളാണ്. അപ്പം അതിനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ 8 തിരുനാളുകളെ ഒന്ന് കണ്ടാൽ നമുക്കത് വളരെ എളുപ്പമാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് പുതിയ നിയമം പഠിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ രാവിലെ ഉച്ചയ്ക്കായിട്ടൊക്കെ നമ്മൾ ഇതായിരിക്കും എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കും. 1 മിനിറ്റ് പോലും പഴാക്കി കളയരുത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ലേവ്യരുടെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു 8, ഞാൻ എല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ്, 8 തിരുനാളുകൾ. ഒന്നാമത്തെ തിരുനാള് സാബത്ത് ദിവസമാണ്. അതെല്ലാവർക്കും അറിയാം. 6 ദിവസം ജോലി ചെയ്തോ 7-ാം ദിവസം വിശ്രമിക്കണം. 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കണം. 7-ാം ദിവസം, അതായത് ജോലിയും വിശ്രമവും തമ്മിൽ ഒരു താളമുണ്ട്. എന്നും ഇങ്ങനെ കഴുതേ പോലെ പണിയെടുക്കരുത്. യു നീഡ് റെസ്റ്റ്. കർത്താവിൻ്റെ നിയമം അനുസരിച്ച് വ്യക്തിക്ക് മാത്രമല്ല വിശ്രമം, മണ്ണിന് വിശ്രമമുണ്ട്. സാബത്ത് വർഷമുണ്ട്. 6 വർഷം കൃഷി ചെയ്തോ 7-ാമത്തെ വർഷം കൃഷി ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഓവർ ടൈം ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. എന്നും അങ്ങ് ഓവർ ടൈം ചെയ്ത് ജീവിക്കരുത്. യു നീഡ് സം റെസ്റ്റ്. നമ്മുടെ ശരീരത്തിന് ഒരു താളം വേണം, ഒരു വിശ്രമത്തിൻ്റെ താളം വേണം. നമ്മുടെ മനസ്സിന് വിശ്രമം വേണം. അപ്പം അതുകൊണ്ട് വിശ്രമം വേണം, എല്ലാവർക്കും വേണം. എന്തോരം വലിയ വാലിന് തീപിടിച്ചോടി നടക്കുന്ന വ്യക്തി ഓർത്തോണം, വിശ്രമം ആവശ്യമുണ്ട്. എനിക്ക് ഭയങ്കര തലവേദനയായിട്ട് ഡോക്ടറെ കാണാൻ പോയി. തലവേദന എന്ന് പറഞ്ഞാൽ ആഴ്ച ഒരിക്കൽ തലവേദന. അപ്പം ഞാൻ വിചാരിച്ചു വലിയ അസുഖം വല്ല ആയിരിക്കും. അല്ല, ഇങ്ങനെ തലവേദന വരുമോ? എത്ര കൊല്ലമായെന്നറിയോ? വർഷങ്ങളായിട്ട് ആഴ്ച ഒരു ദിവസം തലവേദനയാണ്. അതിങ്ങനെ ഒരു പാറ്റേണാണ്. എന്തോരം ഡെലിവറൻസ് കൂടി മാറുന്നില്ല. ഡൊമിനിക് അച്ഛനെ കൊണ്ട് എന്തോരം പ്രാർത്ഥിപ്പിച്ചു, വട്ടായിലച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, സാവു ആറുതുട്ടിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, മാറുന്നില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതല്ലാതെ ഇതിനൊരു മാറ്റമില്ല. എത്ര കൊല്ലായെന്നറിയാം. ഇപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു, കംപ്ലീറ്റ് ചെക്കപ്പ്, എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇപ്പൊ കണ്ടുപിടിക്കണം. അങ്ങനെ ഡോക്ടർ എല്ലാം പരിശോധിച്ചിട്ട്, നല്ല പ്രായമുള്ളൊരു ഡോക്ടറാണ്, വയോധികനായൊരു ഡോക്ടർ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ ടൈം ടേബിൾ പറയാൻ പറഞ്ഞു. മരുന്ന് എഴുതാൻ പോവാണ്. ടൈം ടേബിൾ പറഞ്ഞോളൂ. അപ്പം ഞാൻ ടൈം ടേബിൾ പറയാൻ തുടങ്ങി. ഞാൻ പറയുന്നില്ല, എന്നാ പറഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ട് ഫയൽ എടുത്ത് അദ്ദേഹം മേശപ്പുറത്തേക്ക് ഒറ്റയേറ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മെഴുകുതിരി 2 അറ്റത്ത് നിന്ന് കത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് തലവേദനയല്ല, നിനക്ക് തളർവാദം വന്നില്ലേ ഉള്ളൂ അത്ഭുതം. എന്നോട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മനുഷ്യന് വിശ്രമം വേണം. എനിക്ക് ഭയങ്കര തിരിച്ചറിവായിരുന്നത്, മനുഷ്യന് എന്ത് വേണം? യു നീഡ് സം റെസ്റ്റ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതിന് 5000 രൂപ കൊടുത്ത് കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്യേണ്ടി വന്നു. അതറിയാൻ മനുഷ്യന് വിശ്രമം ആവശ്യമുണ്ട്. അപ്പൊ ഇത് ദൈവത്തിന് ഇത് അറിയാം. കണ്ടോ, നമുക്ക് ഡോക്ടർ പറയേണ്ടി വന്നു ഇത് മനസ്സിലാവാൻ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, വെച്ചാ അതായത് ഉറക്കം, ഇത്ര മണിക്കൂർ ഉറക്കം വേണ്ടേ? അപ്പൊ രാത്രി ഉറങ്ങിയില്ലേ പകൽ കിടന്നുറങ്ങണ്ടേ? അല്ലെങ്കിൽ വണ്ടി ഇരുന്ന് ഉറങ്ങണ്ടേ? റെസ്റ്റ് വേണ്ടേ?
എനിക്കത് ഭയങ്കര വെളിപാടായിട്ടാണ് തോന്നിയത്. അതെന്നെ ഭയങ്കരമായിട്ട്, ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന ആളോട് ഞാൻ പറഞ്ഞു, ഒരു മരുന്ന് പോലും എഴുതിയിട്ടില്ല, ഒരു ഗുളിക പോലും തന്നിട്ടില്ല, പക്ഷെ ഭയങ്കര ഒരു തിരിച്ചറിവ് കിട്ടി, നമുക്ക് വിശ്രമം ആവശ്യമുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് ഒന്നാമത്തേത്. പിടികിട്ടി ഇപ്പം സാബത്ത്. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? സാബത്ത് ദൈവത്തിന് അറിയാം. അതായത് കഴുതെ പോലെ കാളെ പോലെ കടന്ന് പണിയെടുക്കരുത്, നമുക്ക് വിശ്രമം ആവശ്യമുണ്ട്. അന്ന് ദേവാലയത്തിൽ പോകണം, സ്വസ്ഥമായിട്ടിരിക്കണം, പ്രാർത്ഥിക്കണം, അടങ്ങിയിരിക്കണം, വെറുതെ ഇരിക്കണം, ഒന്നും ചെയ്യാതിരിക്കണം. ജീവിതത്തിൽ ഇതുണ്ടോ? പറ, ഉണ്ടോ? ഉണ്ടോ ചേട്ടാ? ഇങ്ങനെ ഓവർ ടൈം ചെയ്ത് ചേട്ടൻ മടുത്തില്ലേ? ചേച്ചി മടുത്തില്ലേ? നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. ഒന്നാമത്തെ തിരുനാൾ പിടികിട്ടിയോ? സാബത്ത്. രണ്ടാമത്തേത് പെസഹ. അതിനോട് ചേർത്ത് തന്നെ നമുക്ക് പറയാവുന്നതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. അപ്പൊ അതാണ് രണ്ടാമത്തെ തിരുനാൾ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 1-ാം മാസം 15-ാം ദിവസം അല്ലെങ്കിൽ 1-ാം മാസം 14-ാം തീയതി വൈകിട്ട്. 1-ാം മാസം എന്ന് പറഞ്ഞാൽ യഹൂദന്റെ 1-ാം മാസം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നീസാൻ മാസം. നീസാൻ മാസം 14-ാം തീയതി പെസഹ. നീസാൻ മാസം 14-ാം തീയതി. അതെന്തിന്റെ ഓർമ്മയ്ക്കാണ്? ഈജിപ്തിൽ നിന്ന് ദൈവം വിടുവിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. പെസഹയാണ്. പെസഹ തിരുനാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം, കുഞ്ഞാടിന്റെ രക്തം തളിക്കണം, കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കണം, പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ഇതൊക്കെയാണ് അതിനകത്തെ നിബന്ധനകൾ. 1 കൊരിന്തോസ് 5-ാം അധ്യായം 7-ാം വാക്യം, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഈ പാറ്റേൺ ഇങ്ങനെയായിരിക്കും. അതായത് യഹൂദന്റെ തിരുനാൾ എന്താണ്? പെസഹ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്, അടുത്തൊക്കെ വിശദീകരിക്കും. യഹൂദന്റെ തിരുനാൾ എന്തായിരുന്നു? ആ തിരുനാൾ എങ്ങനെ ക്രിസ്തുവിൽ പൂർത്തിയായി? അതാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ തിരുനാൾ സാബത്താണ്. ഒരു സാബത്ത് വിശ്രമത്തിലേക്ക് കർത്താവ് നമ്മളെ പ്രവേശിപ്പിച്ചു, അതിലേക്ക് ഞാൻ വരും. രണ്ടാമത്തെ തിരുനാൾ പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും. പെസഹ തിരുനാളും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും. അത് എന്നാണത്? 1-ാം മാസം 14-ാം തീയതി വൈകിട്ട്. നീസാൻ മാസം 14-ാം തീയതി. നീസാൻ മാസം 14-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് കുഞ്ഞാടിനെ കൊല്ലുന്നത്. നിങ്ങൾക്കറിയുമോ? അന്നാണ് ക്രിസ്തു കുരിശിൽ ബലി അർപ്പിക്കപ്പെട്ടത്. അന്നായിരുന്നു യേശുവിന്റെ കുരിശ് മരണം. നീസാൻ മാസം 14-ാം തീയതി പെസഹ ദിവസമായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൽ അതങ്ങനെ പൂർത്തിയായെന്ന് മനസ്സിലായല്ലോ. ഈ പെസഹ കുഞ്ഞാട് ആരാണെന്നാണ് 1 കൊരിന്തോസ് 5:7 പൗലോസ്ലീഹ പറയുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ രണ്ടാമത്തെയും 3-ാമത്തെയും തിരുനാൾ അതാണ്. എന്താണ്? പെസഹ പുളിപ്പില്ലാത്ത അപ്പം. അത് യേശു ക്രിസ്തുവിൽ എങ്ങനെ പൂർത്തിയായി? യേശുവിന്റെ പെസഹ മാളികയിലെ അപ്പം യേശു മുറിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും കാൽവരിയിലെ കുരിശ് മരണവുമാണ് അത്. 1-ാം മാസം 14-ാം തീയതിയാണ് പെസഹ. ഇനി ശ്രദ്ധിക്കേണ്ടത്, പെസഹ കഴിഞ്ഞിട്ട് 14-ാം തീയതി പെസഹയാണല്ലോ, 14-ാം തീയതി വൈകിട്ട്. 14 ഒരു ദിവസമായിട്ട് അവർ കൂട്ടുന്നു. 14 വൈകിട്ട് 6 മണിക്കാണ് പെസഹ തുടങ്ങുന്നത്. അപ്പോൾ 14 ഒരു ദിവസം, 15 അടുത്ത ദിവസം, അപ്പോൾ ദിവസം 2ആയി. 16 അടുത്ത ദിവസം. അപ്പോൾ 3-ാം ദിവസം എത്രയാണ്? നീസാൻ മാസം എത്രാം തീയതി? 16-ാം തീയതി. അന്നാണ് ആദ്യ ഫലങ്ങളുടെ തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. ആദ്യഫല തിരുനാൾ, ആദ്യഫല തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. എന്താണ്? ആദ്യ ഫലം കൊണ്ടുവന്ന് കർത്താവിന് സമർപ്പിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, വളരെ പ്രധാനപ്പെട്ടത്. പെസഹ തിരുനാൾ എന്നാണ്? നീസാൻ മാസം 14-ാം തീയതി. പെസഹ കഴിഞ്ഞ് 3-ാം ദിവസം 14, 15, 16, നീസാൻ മാസം 16-ാം തീയതി, ദ ഫീസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യഫല തിരുനാൾ. ഓക്കെ, അത് കർത്താവിന് സമർപ്പിക്കണം. അപ്പൊ അന്ന് നമ്മുടെ അധ്വാനത്തിന്റെ ആദ്യ ഫലം കർത്താവിന് സമർപ്പിക്കണം. അതാണ് ആ തിരുനാൾ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താണത്? യേശുവിന്റെ ഉയർപ്പാണത്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണത്. 1 കൊരിന്തോസ് 15, 22, 23 വായിച്ചേ. ആദത്തിൽ
എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. ഒന്നുകൂടെ വായിക്കാം. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യ ഫലം എന്നിട്ട് വായിച്ചേ. ആദ്യ ഫലം ക്രിസ്തു. ആരാണ് ഈ ഫസ്റ്റ് ഫ്രൂട്ട്? ക്രിസ്തു. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ആദ്യ ഫലങ്ങളുടെ തിരുനാൾ. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. എല്ലാവരും പുനർജീവിക്കും, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ ആരാണ്? ക്രിസ്തു. ആദ്യ ഫലം ക്രിസ്തു, പിന്നീട് അവനുള്ളവരും. അപ്പോൾ അതാണ് ആദ്യഫല തിരുനാൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഉത്ഥാനമാണ്. ഇത്രയും പിടികിട്ടുന്നുണ്ടോ? അടുത്ത തിരുനാൾ ആഴ്ചകളുടെ തിരുനാളാണ്. ആഴ്ചകളുടെ തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് ദ വീക്സ്. ആഴ്ചകളുടെ തിരുനാൾ. ഇനി എന്നെ നോക്കിയേ, ഇനി ശ്രദ്ധിച്ചില്ലേ പ്രശ്നമാവും. ഇപ്പോ എന്തൊക്കെയായി? ഒന്ന് ചേട്ടന്മാരെ, ഒന്ന് സാബത്ത് ക്ലിയർ. രണ്ടാമത്തേത് 1-ാം മാസം 14-ാം തീയതി, നീസാൻ മാസം 14-ാം തീയതി. എന്താണത്? പെസഹ. അത് കഴിഞ്ഞ് 3-ാം ദിനം എന്താണ്? ആദ്യഫല തിരുനാൾ, ഉയർത്തെഴുന്നേൽപ്പ്. ഇനി ഇത് കഴിഞ്ഞിട്ട്, ഉയർപ്പ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആദ്യഫല തിരുനാൾ കഴിഞ്ഞിട്ട് ദൈവം പറയുകയാണ് 7 ആഴ്ച കൂട്ടണം. അപ്പൊ 7 ഗുണം 7 7 ഗുണം 7 49. 49. 7 ഗുണം 7 49. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ 50. 50-ാം ദിനം. 50-ാം ദിനം. 50-ാം ദിനം എന്നതിന് ഗ്രീക്കിൽ പറയുന്ന വാക്കാണ് പെന്തക്കോസ്തി. 50-ാം ദിനം എന്നാണ്. ആദ്യഫല തിരുനാൾ കഴിഞ്ഞ് 7 ആഴ്ച കഴിഞ്ഞ് വരുന്ന അടുത്ത ദിവസം 50-ാം ദിനം. ആ 50-ാം ദിനമാണ് പെന്തക്കോസ്തി എന്ന് അല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ആഴ്ചകളുടെ തിരുനാൾ. ആഴ്ചകളുടെ തിരുനാൾ എന്നാണത്. ക്ലിയർ ആയോ? ആദ്യഫല തിരുനാൾ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. കറക്റ്റാണത്, കർത്താവിന് തെറ്റില്ല, കൃത്യമാണത്. ആഴ്ചകളുടെ തിരുനാൾ വരുന്നത് ഉയർപ്പ്, ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യഫലം ക്രിസ്തു സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് 7 ആഴ്ച കഴിഞ്ഞ് വരുന്ന അടുത്ത ദിവസം 50-ാമത്തെ ദിവസം. ഇവരുടെ കലണ്ടർ അനുസരിച്ച് കൃത്യം 15th ഡേ. ആദ്യഫല തിരുനാൾ കഴിഞ്ഞ് 50-ാം ദിവസം ആഴ്ചകളുടെ തിരുനാളാണ്. ആ ആഴ്ചകളുടെ തിരുനാളിനാണ്, ശ്രദ്ധിക്കുക, ആ ആഴ്ചകളുടെ തിരുനാളിനാണ് പുതിയ നിയമത്തിലെ പെന്തക്കോസ്തി നടക്കുന്നത്. അതാണ് പെന്തക്കോസ്ത തിരുനാൾ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അന്നാണ് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത്. ഇനി ഇതിനകത്ത് ഭയങ്കര കൗതുകരമായ വേറൊരു നിരീക്ഷണമുണ്ട്. എന്തെന്നറിയാമോ? സീനായി ഉടമ്പടി, സീനായി കൽപ്പന, സീനായി മലയിൽ വെച്ചുള്ള 10 പ്രമാണങ്ങൾ മോശ ജനത്തിന് നൽകുന്നത് ഈ ആഴ്ചകളുടെ തിരുനാളിൻ്റെ അന്നാണ്. നമ്മൾ കണ്ടതാണ് ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ടത്, ആഴ്ചകളുടെ തിരുനാളിലാണ് സീനായി കൽപ്പനയുമായിട്ട് മോശ ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുമ്പോൾ താഴെ കണ്ടതെന്താ? കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ മോശ കൽഫലകങ്ങൾ എറിഞ്ഞുടച്ചു. എന്നിട്ട് ആ ജനത്തിനിടയിലേക്ക് ലേവ്യർ ഇറങ്ങി എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി. അന്ന് കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അറിയാമോ? അന്ന് എത്ര പേരെ കൊല്ലപ്പെട്ടത്? 3000 പേര്. എത്ര പേരെ കൊല്ലപ്പെട്ടത്? 3000 പേര്. പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ മാനസാന്തരപ്പെട്ടത് എത്ര പേരാ? 3000 പേര്. കർത്താവിന് തെറ്റുവോ? തെറ്റില്ല. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെയാണ് വിശ്വാസം വളരുന്നത്. മനസ്സിലായോ? ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നൊരാൾക്ക് വിശ്വാസം വരുന്നത് ഇങ്ങനെയാണ്. ഇത് കറക്റ്റാണ്, ഈ കണക്കെല്ലാം കറക്റ്റാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആകാശം മാറും, ഭൂമി മാറും, എൻ്റെ വചനത്തിന് മാറ്റമില്ല. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ആദ്യഫല തിരുനാൾ കഴിഞ്ഞ് കൃത്യം 50-ാമത്തെ ദിവസമാണ് എന്ത്? ആഴ്ചകളുടെ തിരുനാൾ. അതാണ് പെന്തക്കോസ്തി. അന്നാണ് നിയമം നൽകപ്പെട്ടത്. ഇനി ശ്രദ്ധിച്ചേ, അന്നാണ് പഴയ നിയമം നൽകപ്പെട്ടത്.
അന്നാണ് പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയിൽ വർഷിക്കപ്പെട്ടത്. അന്നാണ് പുതിയ നിയമം നൽകപ്പെട്ടത്. പുതിയ നിയമം ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതും. പുതിയ നിയമം എങ്ങനെ എഴുതുന്നു? പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോഴാണ് നിയമം അകത്ത് എഴുതപ്പെടുന്നത്. അന്ന് മാനസാന്തരപ്പെട്ടത് 3000 പേരാണ്. ഇനി അടുത്തത്, ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് പെസഹ, ആദ്യബല തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, ഇത് യേശുവിൻ്റെ 1-ാം വരവിൽ പൂർത്തിയായി. ഇത്തരം തിരുനാളുകൾ യേശുവിൻ്റെ 1-ാം വരവിൽ പൂർത്തിയായി. അടുത്ത 3 തിരുനാളുണ്ട്, അത് യേശുവിൻ്റെ 2-ാം വരവിൽ പൂർത്തിയാവും. അടുത്ത തിരുനാൾ, ഇനി പറയാൻ പോകുന്ന തിരുനാൾ, യേശുവിൻ്റെ പറയാൻ പോകുന്ന തിരുനാളുകളിൽ അടുത്തൊരു 3 വരുന്നുണ്ട്. ആ 3 ഒന്നാണ് പാപപരിഹാര ദിനം. അത് ഒരു വശത്ത് യേശുവിൻ്റെ 1-ാം വരവിൽ പൂർത്തിയായി, 2-ാം വരവിൽ പൂർത്തിയാവാൻ അതിനകത്തൊരു സംഭവം ഉണ്ട്. അത് ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ഇതെല്ലാം യേശുവിൽ പൂർത്തിയാവുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ യേശുവിൻ്റെ 1-ാം വരവിൽ പെസഹ പൂർത്തിയായി. യേശുവിൻ്റെ 1-ാം വരവിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, അതാണ് വിശുദ്ധ കുർബാന, പൂർത്തിയായി. യേശുവിൻ്റെ 1-ാം വരവിൽ എന്താണ്? ആദ്യബല തിരുനാൾ പൂർത്തിയായി. യേശുവിൻ്റെ 1-ാം വരവിൽ ആഴ്ചകളുടെ തിരുനാൾ, അതെന്താണ്? പെന്തക്കോസ്തി, പൂർത്തിയായി. ഇനി അടുത്ത തിരുനാൾ എന്ന് പറയുന്നത് ഫീസ്റ്റ് ഓഫ് ദ ട്രംപറ്റ്സ്. അതിന് പറയുന്നത് നമ്മുടെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് പുതുവത്സര ദിനം എന്നാണ്. ന്യൂ ഇയർ ഡേ, പുതുവത്സര ദിനം. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല, ആ തിരുനാളിൻ്റെ ഇംഗ്ലീഷിലുള്ള ഒരു പേര് ഫീസ്റ്റ് ഓഫ് ദ ട്രംപറ്റ്സ്. അന്നാണ് കാഹളം മുഴക്കേണ്ടത്. ഈ തിരുനാളിനാണ് ആളുകൾ കാഹളം മുഴക്കേണ്ടത്. ആ തിരുനാളിനാണ്. എടുത്തേ 1 കൊറിന്തോസ് 15:52. 1 കൊറിന്തോസ് 15:52. 1 കൊറിന്തോസ് 15:52. ഇതാ പറഞ്ഞു, വായിച്ചോ. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതെന്തിനെ കുറിച്ച് പറയുന്നതാണ്? അവസാന കാഹളം എപ്പോഴാണ് മുഴങ്ങുന്നത്? കാഹളം യേശുവിൻ്റെ 2-ാം വരവ്. അതാണ് ഈ തിരുനാൾ. മനസ്സിലാകുന്നുണ്ടോ? യേശുവിൻ്റെ 2-ാം വരവിൽ വരാൻ പോവാണ്. യേശുവിൻ്റെ 2-ാം വരവ്. 1 കൊറിന്തോസ് 15:52. ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു. എന്താണ്? അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇത് ഈ തിരുനാൾ എങ്ങനെ പൂർത്തിയായത്? പൂർത്തിയാവാൻ പോകുന്നത് യേശുവിൻ്റെ 2-ാം വരവ്. അടുത്ത തിരുനാളാണ് പാപപരിഹാര ദിനം. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പത്തിലാവും. നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്ന പാപപരിഹാര ദിനം, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, യോം കിപ്പൂർ, യഹൂദന്റെ ഏറ്റവും വലിയ തിരുനാളായിരുന്നു അത്. ദ സാബത്ത് ഓഫ് ദ സാബത്ത് എന്നതിനെ വിളിച്ചിരുന്നത്. സാബത്തുകളുടെ സാബത്ത്, ഫീസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്, തിരുനാളുകളുടെ തിരുനാൾ എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് ഫീസ്റ്റ്, പാപപരിഹാര ദിനം, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്. അപ്പൊ എനിക്കിത് ഈ പറയുന്ന വിധത്തിൽ അതെങ്ങനെ പൂർത്തിയാവാൻ പോകുന്നു അത് മാത്രം എനിക്ക് പറഞ്ഞാൽ മതി. ഒരു ഭാഗം പൂർത്തിയായി യേശുവിൻ്റെ പാപപരിഹാര ബലിയിലൂടെ. മറുഭാഗത്ത് ശ്രദ്ധിച്ചിരിക്കണം, യേശു 2-ാമത് വന്നു കഴിയുമ്പോൾ ദൈവജനത്തിൻ്റെ പുനരുദ്ധാരണം, അതായിരുന്നു പാപപരിഹാര ദിനത്തിൻ്റെ ഒരു ഉദ്ദേശം. ദൈവജനത്തിൻ്റെ പുനരുദ്ധാരണം, ദ റെസ്റ്റോറേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവജനത്തിൻ്റെ പുനരുദ്ധാരണം, ദൈവജനത്തെ റീസ്റ്റോർ ചെയ്യുകയാണ്. ദൈവജനത്തെ കർത്താവ് ഒരുമിച്ച് കൂട്ടുകയാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? യേശുവിൻ്റെ 2-ാം വരവിൽ. ബാക്കി 1-ാം വരവിൽ സംഭവിച്ച കാര്യം ഞാൻ ഇത് അടുത്ത സെഷനിൽ പറയും. ഇപ്പം ഈ പറയുന്ന പോക്കിൽ ഈ തിരുനാളിനെ നമ്മളൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കറക്റ്റ് യേശുവിൻ്റെ ജീവിതമാണ് തിരുനാളുകൾ മുഴുവൻ. അന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കയറാൻ പറ്റും. പാപപരിഹാര ദിനം, ഇസ്രായേലിൻ്റെ വിശുദ്ധീകരണം പൂർത്തിയാവുകയാണ്. ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണം, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ പുനരുദ്ധാരണം അവിടെ പൂർത്തിയാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പാപപരിഹാര ദിനം പാപങ്ങൾക്ക് പരിഹാരമാണെങ്കിൽ, ഇനി 2-ാം വരവിൽ പാപപരിഹാര ദിനം വിധിയുടെ ദിവസമായിരിക്കും.
വിധി, യേശുവിൻ്റെ വിധി, വിധിയാളനായി കർത്താവ് വരികയാണ്. ഏഴാമത്തേത് കൂടാര തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ദ ടാബർനക്കിൾ, ഫീസ്റ്റ് ഓഫ് ദ ബൂത്ത് എന്നും പറയാറുണ്ട്. ടാബർനക്കിൾ, കൂടാര തിരുനാൾ, അതാണ് ഏഴാമത്തെ തിരുനാൾ, കൂടാര തിരുനാൾ. 40 വർഷം മരുഭൂമിയിലൂടെ ഇസ്രായേൽക്കാർ നാടോടികളായി അലഞ്ഞു നടന്നതിൻ്റെ ഓർമ്മയായിരുന്നു ഈ തിരുനാൾ. 40 വർഷം നാടോടികളായി ഇസ്രായേൽ ജനം അലഞ്ഞു നടന്നതിൻ്റെ ഓർമ്മയായിരുന്നു ഈ കൂടാര തിരുനാൾ. 7 ദിവസമാണ് ഈ കൂടാര തിരുനാളിൻ്റെ ആ തിരുനാൾ ദിവസങ്ങൾ. 7 ദിവസം. ആ 7 ദിവസത്തിൽ അവർ കൂടാരങ്ങൾ കെട്ടി താമസിക്കണം. അതാണ് നിയമം. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ പിന്നീട് ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഒത്തിരി കാര്യം ഇതിൽ നിന്ന് വിശദീകരിക്കാനുണ്ട്. ഇപ്പം നമുക്കതെല്ലാം വിടാം. അപ്പം കൂടാര തിരുനാൾ എന്ന് പറയുന്നത് 40 വർഷം മരുഭൂമിയിൽ അവർ അലഞ്ഞു നടന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോൾ ഈ വന്ന സീക്വൻസിൽ എന്താണ് കൂടാര തിരുനാൾ പൂർത്തിയാവാൻ പോകുന്നേ ഉള്ളൂ. എന്നെ ശ്രദ്ധിച്ച്, ഒന്നാമത്തെ പറഞ്ഞു സാബത്ത്, രണ്ടാമത്തേത് പെസഹ യേശുവിൻ്റെ മരണം, ആദ്യബല തിരുനാൾ യേശുവിൻ്റെ ഉയർപ്പ്, ആഴ്ചകളുടെ തിരുനാൾ യേശു പരിശുദ്ധാത്മാവിനെ വർഷിച്ചത്, പുതിയ നിയമം ഹൃദയങ്ങളിൽ എഴുതിയത്. അടുത്ത തിരുനാള് പുതുവത്സര ദിനം, അതെന്താണ്? കാഹളം മുഴങ്ങുന്ന തിരുനാൾ, യേശുവിൻ്റെ 2ാം വരവ്. അടുത്ത തിരുനാൾ പാപപരിഹാര ദിനം, ദൈവജനത്തിൻ്റെ പുനരുദ്ധാരണം, ജനത്തെ കർത്താവ് ഒരുമിച്ച് കൂട്ടും എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടില്ലേ? ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത്, അതെല്ലാം അന്നാണ്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് എന്തെന്നറിയാമോ? കർത്താവ്, അതാണ് വായിച്ച വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. വായിച്ച 21-ാം അധ്യായം, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം. ഇതാണ് അന്ത്യവിധിക്ക് ശേഷം സംഭവിക്കുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമി. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. മനസ്സിലായോ? തിരുനാളുകൾ യേശുവിൽ പൂർത്തിയായതും പൂർത്തിയാവാൻ പോകുന്നതും ഇങ്ങനെയാണ്. ഇപ്പൊ പിടികിട്ടിയോ? ക്ലിയറായോ? ഇത് മനസ്സിലായാൽ ഇനി നമ്മൾ ബൈബിൾ പഠിച്ച് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം എത്തുമ്പോൾ ഓരോ അധ്യായവും യോഹന്നാൻ കൊണ്ട് വെച്ചിരിക്കുന്നത് ഓരോ തിരുനാളിലാണ്. ആ തിരുനാൾ എന്താണെന്ന് മനസ്സിലായാൽ ആ അധ്യായത്തിൻ്റെ അർത്ഥം മനസ്സിലാവും. അങ്ങനെയാണ് ഇനി നമ്മൾ ബൈബിൾ പഠിച്ച് മുന്നോട്ട് പോകാൻ പോകുന്നു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി 8ാമത് ഒരു തിരുനാളൂടുണ്ട്. അത് അടുത്ത അധ്യായത്തിലാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു പോകണം. അത് ജൂബിലി വർഷമാണ്. അത് ശ്രദ്ധിക്കാമോ? എന്നെ നോക്കാമോ? ജൂബിലി വർഷമാണ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു സാബത്തുണ്ട്. അത് എത്ര ദിവസമാണ്? 7ാം ദിവസം. വർഷങ്ങളിൽ 7 വർഷം ആകുമ്പോൾ ഒരു സാബത്തുണ്ട്. സാബത്ത് വർഷം. 6 വർഷം കൃഷി ചെയ്യുക, 7ാം വർഷം കൃഷി ചെയ്യരുത്. അതിൽ പിന്നീട് ഞാൻ പറയാം. ഒരു അടുത്ത് 25-26 ഇനി ഇത് കഴിഞ്ഞിട്ട് 7 സാബത്ത് വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞു? 49 വർഷം കഴിഞ്ഞ് 50ാമത്തെ വർഷം. അത് ഇസ്രായേലിന് ജൂബിലി വർഷമാണ്. എന്താണ് ജൂബിലി വർഷം? ഇങ്ങോട്ട് നോക്കിയേ. എന്താണ് ജൂബിലി വർഷം? ജൂബിലി വർഷം എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാ കണക്കും തീർക്കേണ്ട വർഷമാണ്. ഇപ്പൊ എനിക്കൊരു അടിമയുണ്ടെന്ന് വെച്ചോ, ആ അടിമയെ ഞാൻ സ്വതന്ത്രനാക്കേണ്ട ദിവസമാണത്. ഇപ്പൊ എനിക്കൊരാൾ 10,000 രൂപ തരാനുണ്ടെന്ന് വെച്ചോ, ഞാൻ ആ കട എഴുതി തള്ളേണ്ട വർഷമാണ്. ഒരാൾ അയാളുടെ വീടിന്റെ ആധാരം കൊണ്ടുവന്ന് പണയം വെച്ച് എൻ്റെ നിന്ന് ഒരു 50,000 രൂപ വാങ്ങിച്ചെന്ന് വെച്ചോ, ഞാൻ ആ ആധാരം പൈസ വാങ്ങിക്കാതെ തിരിച്ചു കൊടുക്കേണ്ട വർഷമാണത്. ബാങ്ക് അക്കൗണ്ട് എല്ലാം ക്ലിയർ ചെയ്യേണ്ട വർഷമാണത്. വലിയ ധനികനും പാവപ്പെട്ടവനും എല്ലാം സമന്മാരായി മാറുന്ന വർഷമാണത്. എല്ലാ കടങ്ങളും വീട്ടപ്പെടുന്ന, എല്ലാം ഇളച്ചു കൊടുക്കപ്പെടുന്ന, എല്ലാ കടവും എഴുതി തള്ളുന്ന ഒരു വർഷമാണത്. ആ വർഷത്തിന്റെ പേരെന്താണ്? ജൂബിലി വർഷം. ഒരു 50 കഴിഞ്ഞവരൊക്കെ എന്നെ കേട്ടോണം. ഒരു 50 കഴിഞ്ഞവരൊക്കെ എല്ലാം സെറ്റിൽ ചെയ്യാൻ സമയമായി ഓർത്തോണം.
പിന്നെയും കെട്ടിക്കിടക്കരുത്. 50 കഴിഞ്ഞവരെല്ലാം ശ്രദ്ധിക്കുക, നിങ്ങൾ ചില കടങ്ങൾ ഇളച്ചു കൊടുക്കേണ്ട സമയമായി. ജൂബിലി. അപ്പൊ ഇത് ജൂബിലി വർഷമാണ്. 50ാമത്തെ വർഷം കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ലെവൽ ചെയ്തോണം. ശ്രദ്ധിക്കാമോ? യേശു ക്രിസ്തു കവർനാമിലെ സിനഗോഗിൽ വന്നു. ലൂക്കാ 4 നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പോൾ നോക്കണ്ട, കേട്ടാ മതി. അവിടെ വന്നിട്ട് ഈശോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. അവൻ എഴുന്നേറ്റ് വായിക്കാനായിട്ട് നിന്ന് അവൻ വായിച്ചു. ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ച, ബധിരർക്ക് കേൾവി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം. ഇത് ശരിക്കും ജൂബിലി വർഷത്തെ കുറിക്കുന്ന വചനമാണ്. യേശു ക്രിസ്തു വന്നതോടെ ജൂബിലി ആരംഭിച്ചു. എല്ലാം ഇളച്ചു കൊടുക്കുക, എല്ലാ കടവും വീട്ടി, എല്ലാവരും ഫ്രീ ആയി. അതാണ് കുമ്പസാരക്കൂട്ടിൽ ഈ ജൂബിലിയുടെ പ്രഖ്യാപനമാണ്. ഗോ ഇൻ പീസ്, സമാധാനത്താലേ പൊക്കൊള്ളുക. ജൂബിലി. അതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്നവന് 50 വയസ്സ് വരെ കാത്തിരിക്കണോ? വേണ്ട. എല്ലാ ദിവസവും ജൂബിലിയാണ്. എല്ലാം ഇളച്ചു കൊടുക്കുന്ന, എല്ലാം വിട്ടുകൊടുക്കുന്ന ജൂബിലി വർഷമാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കാര്യം കൂടി പറഞ്ഞാൽ തിരുനാളുകൾ തീരും. തിരുനാളുകൾ തീരുന്നതിന് മുമ്പ് ലേവ്യരുടെ പുസ്തകത്തിന്റെ സ്ട്രക്ചർ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോകണം. എഴുന്നേപ്പിച്ചെടുത്ത് ചോദിക്കാൻ പോവാണ് ഓരോരുത്തരോട്. സ്ട്രക്ചർ ബുക്കൊന്നും മറിക്കരുത്. 1 മുതൽ 7 വരെ അധ്യായങ്ങൾ. എത്ര ബലി? 5 ബലി. ഓക്കെ. അത് കഴിഞ്ഞ് 8, 9 അധ്യായങ്ങൾ പൗരോഹിത്യം. 10, 11, 12, 13, 14, 15. എന്ത്? ശുദ്ധം, അശുദ്ധം. 16 പാപപരിഹാര ദിനം. 17, 18, 19, 20, 21, 22. എന്താണ്? സാധാരണം, വിശുദ്ധം. പിന്നെ പോട്ടെ. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയി. ഇനി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ ബലി അർപ്പിക്കണം. ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞ അതേ ദൈവം 23-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ തിരുനാള്, ഉത്സവം ആഘോഷിക്കണം. ഇതാണ് ബൈബിളിന്റെ ബാലൻസ്. മനസ്സിലായോ? എന്നും ഇങ്ങനെ വേർത്ത് കെട്ടി മാത്രം ഇരിക്കരുത്. തുള്ളിച്ചാടാനും ജീവിതത്തിൽ ദിവസങ്ങൾ ഉണ്ടാവണം. ഇതാണ് ദൈവത്തിന്റെ ബാലൻസ്. പിടികിട്ടിയോ? അതായത് വാർഷിക ധ്യാനത്തിന് പോണം, പിക്നിക്കിനും പോണം. മനസ്സിലാവുന്നുണ്ടോ? പട്ടിണി ഇരിക്കണം, വെളിയിൽ പോയി നല്ല ഭക്ഷണവും കഴിക്കണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലാതെ ധ്യാനമാണ്, പ്രാർത്ഥനയാണ്, കൺവെൻഷനാണ്, ഭക്തനാണ്, കരിസ്മാറ്റിക് ആണെന്ന് പറഞ്ഞിട്ട് കണ്ട. ഇതാണ് ബാലൻസ്. ഇതാണ് ചിലർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ബാലൻസ് കീപ്പ് ചെയ്യണം. അതായത് സെലിബ്രേഷന് ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു ഭാഗമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ എന്തിനാ പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്? ആളുകൾ ചോദിക്കത്തില്ലേ? ചില കൂട്ടർ ചോദിക്കും. അതിന്റെ ഉത്തരം ഇതാണ്: എടാ, ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? പെരുന്നാളിനെ അലങ്കോലാക്കുന്ന വേറെ ചില പരിപാടികളുണ്ട്, അതിലേക്ക് പോണ്ട. മറിച്ച് ഒരു തിരുനാൾ ആഘോഷിക്കണോ? വേണം. എന്താ കാര്യം? ബലിയർപ്പിക്കാൻ പറഞ്ഞ അതേ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ഉത്സവ ദിനമാണ്. ഉത്സവം, സന്തോഷവും വേണം ജീവിതത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? എന്നും കൊട്ടും പ്രാർത്ഥനയും തുള്ളലുമായിട്ടിരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജീവിതത്തിൽ പുറത്തു പോകണം, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പോകണം, ഒരു വിനോദയാത്രയ്ക്ക് പോകണം. എന്തെന്നറിയാം? ഈ തിരുനാൾ എന്താണെന്നറിയാമോ? ഈ തിരുനാളെല്ലാം എവിടെ ആഘോഷിക്കുന്നത്? വീട്ടിൽ ഇരുന്നാണോ? എവിടാ? ജെറുസലേമിൽ. അമ്മയും ഭാര്യയും മക്കളും അപ്പനും അമ്മയും എല്ലാവരും കൂടെ ഒരു ടൂറായിട്ട് ജെറുസലേമിലേക്ക് പോവാണ്. അപ്പോൾ തിരുനാളുകൾക്ക് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ഓ, തിരുനാളിന് പോവാം. ഈശോയ്ക്ക് എങ്ങനെ പോയിട്ടുണ്ടോ? പോയപ്പോഴല്ലേ എങ്ങനെ PP വാങ്ങിക്കാൻ പോയി നഷ്ടപ്പെട്ടു പോയത്? അങ്ങനെ നഷ്ടപ്പെട്ടല്ല. പള്ളിയിലിരുന്ന് വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ വിഷാദവും സങ്കടവും പ്രയാസവും ദുഃഖവും ഭയങ്കര പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആരോടും മിണ്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാത്രം ഇരുന്നാൽ പോരാ. യു നീഡ് സം സെലിബ്രേഷൻസ്. ഉത്സവം വേണം. പിള്ളേർക്കൊക്കെ ഇന്ന് വളരെ സന്തോഷമായി. നമ്മുടെ ജീവിതത്തിൽ ആനന്ദത്തിന്, ആഹ്ലാദിക്കാൻ ഒരവസരം വേണം.
ഇതാണ് ദൈവത്തിന്റെ ബാലൻസ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഈ തിരുനാളുകളെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ 23-ാം അധ്യായത്തിലെ കാര്യം നേരത്തെ കയറി പറയുന്നത്. യേശുവിൽ ഈ തിരുനാളുകളെല്ലാം പൂർത്തിയായി. അതുകൊണ്ട് യേശുവിലായിരിക്കുന്നവന് ഈ ബാലൻസ് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരു സെലിബ്രേഷനും ജീവിതത്തിൽ സമയം വേണം. സന്തോഷിക്കണം, ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കണം, എന്നും ഉപവാസമൊന്നും പറഞ്ഞിരിക്കരുത്. പുറത്തൊക്കെ പോകണം, വണ്ടിയൊക്കെ എടുത്ത് മാതാപിതാക്കളും മക്കളൊക്കെ എവിടെയൊക്കെ പോകണം, യാത്ര പോകണം. ഇതെല്ലാം ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുനാൾ, അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ തിരുനാളുകളുണ്ട്. ദേവാലയത്തിന് തിരുനാളുകളുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സെലിബ്രേഷൻസ് ആണ്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുടിച്ച് ഊത്താടി മേളം വെക്കാനല്ല, മറിച്ച് സന്തോഷിക്കാൻ, മനുഷ്യൻ ആഹ്ലാദിക്കാൻ, പൊട്ടിച്ചിരിക്കാൻ, ആരവങ്ങൾ ഉതിർക്കാൻ, അതിനെല്ലാം സമയം വേണം. ആഹ്ലാദിക്കാൻ അതിനെല്ലാം സമയം വേണം. അപ്പം അത്തരം സന്ദർഭങ്ങളെയും നമ്മൾ നിസ്സാരമായിട്ട് കാണരുതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇത് സാബത്തുകളുടെ സാബത്താണ്. ഞാൻ ചില ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് തരികയാണ്. പാപപരിഹാര ദിനം എന്തായിരുന്നു? അത് സാബത്തുകളുടെ സാബത്താണ്. തിരുനാളുകളുടെ തിരുനാളാണ്. ഏറ്റവും വിശുദ്ധമായ ദിവസമാണ്. അതായത് യഹൂദന്റെ കലണ്ടറിലെ ദ ഹോളിയസ്റ്റ് ഡേ ഓ ദ മോസ്റ്റ് ഹോളി ഡേ ഏതാണത്? ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, പാപപരിഹാരത്തിന്റെ ദിനം. ഇതാണ് യഹൂദന്റെ ഈ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അപ്പോൾ ഈ പാപപരിഹാര ദിനത്തിൽ 7-ാം മാസമാണിത്. അത് 7-ാം മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം വരും. അപ്പോൾ ഈ 7-ാം മാസത്തിലാണ് പാപപരിഹാര ദിനം. ഈ 7-ാം മാസമാണ് ഈ കാഹളത്തിൻ്റെ തിരുനാൾ. 7-ാം മാസമാണ് അതുപോലെ ന്യൂ ഇയർ. 7-ാം മാസമാണ് ഈ പാപപരിഹാര ദിനം. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് കർത്താവ് വരാൻ പോകുന്നത് ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും എന്ന്. വലിയ കാര്യമായിട്ട് എടുക്കേണ്ട അത്. കാരണം കർത്താവ് എന്നാ വരാൻ പോകുന്നതെന്ന് പുത്രന് പോലും അറിയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ചില ആളുകൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ സെപ്റ്റംബർ, ഈ തിരുനാളുകൾ, ഈ കാഹളത്തിൻ്റെ തിരുനാളൊക്കെ അന്നായതുകൊണ്ടാണ്, പാപപരിഹാരത്തിന് അന്നായതുകൊണ്ടാണ് ഈ ഏതാണ്ട് ഒക്ടോബർ അടുപ്പിച്ചായിരിക്കും കർത്താവ് വരുന്നതെന്നൊക്കെ ഒരു ആവേശത്തിന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഈ നമ്മുടെ കലണ്ടർ വെച്ച് നോക്കിയാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് ഇത് ഈ പാപപരിഹാര ദിനം. ഈ വർഷം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒക്ടോബർ 12 ഏതാണ്ടായിരുന്നു പാപപരിഹാര ദിനം. അപ്പൊ ഇത് യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ്, ഏറ്റവും വിശുദ്ധമായ തിരുനാളാണ്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ഉപവാസത്തിന്റെ ദിവസമാണ്. അത് കമ്പൽസറി ഫാസ്റ്റിംഗ് ആണെന്ന്. അന്നൊറ്റ ഒരുത്തനും വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ദുഃഖവെള്ളിയാഴ്ചയെങ്കിലും ഉപവസിക്കണം കേട്ടോ. ഇത് ഉപവാസത്തിന്റെ ദിവസമാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും വേണം മിനിമം. ഉപവസിക്കാൻ പറ്റിയാൽ നന്നായിട്ട് ഉപവസിച്ചോണം. ഉപവാസത്തെ സംബന്ധിച്ച് പിന്നെ എപ്പോഴേലും വിശദീകരിക്കാം. നന്നായിട്ട് കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉപവസിച്ചോണം. നിൽക്കുന്നിടത്ത് നിൽക്കാതെ കയറി വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉപവസിച്ചോണം. നല്ലൊരു വഴിയാണത്. അപ്പോൾ ഇവിടെ ദുഃഖവെള്ളിയാഴ്ച പോലും ഉപവസിക്കാത്തവരെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും സുറിയാനി സഭകളുടെ പാരമ്പര്യത്തിൽ അന്നത്തെ ദിവസം പരിപൂർണ ഉപവാസമാണ്. അതാണ് ഈ വൈകുന്നേരം കഞ്ഞിയൊക്കെ തരുന്നത് പള്ളിയിൽ നിന്ന്. അന്നത്തെ ദിവസം മുഴുവൻ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഉപവസിച്ച് വെള്ളം പോലും കുടിക്കാതെ സാധിക്കുമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഉപവാസത്തിന്റെ ദിവസമാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ പാപപരിഹാര ദിനത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തലേന്നാണ്. തലേന്ന് വൈകിട്ട് തുടങ്ങും. ഉപവാസത്തിന്റെ ദിവസമാണിത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് പറഞ്ഞു പോവാം, യേശുവിലേക്ക് അതിനെ എത്തിച്ചു പോവാം. പാപപരിഹാര ദിനത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് അന്ന് രാവിലെയാണോ? തലേന്ന് വൈകിട്ടാണ്. ഈശോ മിശിഹ ദുഃഖവെള്ളിയുടെ തലേന്ന് വൈകിട്ട് ഒരുക്കങ്ങൾ ആരംഭിച്ചു. 2 ശിഷ്യന്മാരെ അവൻ ഗ്രാമത്തിലേക്ക് അയച്ചു. അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു, അവിടെ ഒരു മാളിക മുറി നിങ്ങൾ തയ്യാറാക്കണം. സിഹിയോൻ മാളിക ചെന്നിട്ട് അതെല്ലാം ഒരുക്കണമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ഈശോ വിട്ടു. അവർ പോയി നേരത്തെ അത് തയ്യാറാക്കി. ഒരുക്കങ്ങൾ ഈശോ, പ്രധാന പുരോഹിതൻ ഒരുക്കങ്ങൾ, പാപപരിഹാര ദിനത്തിന്റെ ഒരുക്കങ്ങൾ തലേന്ന് തന്നെ ആരംഭിച്ചു. തലേന്ന് ആരംഭിച്ചിട്ട് ഈശോ പെസഹ വ്യാഴാഴ്ച രാത്രി അത്താഴം കഴിച്ചു. പെസഹായുടെ അത്താഴം അത് ഏതാണ്ട് ഒരു 9 മണിന്ന് കൂട്ടിക്കോ. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നോ? അന്ന് വാച്ച് ഉണ്ടായിരുന്നോ? ടൈം എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഞാനൊരു ഉദ്ദേശം വെച്ചിട്ട് 9 മണി എന്ന് പറയുന്നതാണ്. അന്നൊരു 9 മണിന്ന് കൂട്ടിക്കോ.
അപ്പൊ അന്ന് രാത്രി 9 മണിക്ക് ഈശോ ഭക്ഷണം കഴിച്ചു. 9 മണിക്ക് ഈശോ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 8 മണിക്ക് ഭക്ഷണം കഴിച്ചു. 9 മണിക്ക് ഈശോ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഈശോ ഒരു തരി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ബൈബിളിൽ നമ്മൾ വായിക്കുന്ന പ്രകാരം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഈശോ അതിനെ ഫുൾഫിൽ ചെയ്യുന്നത്. പൂർണ്ണ ഉപവാസം. അവസാനം അവർ വിനാഗിരി അവന് ഇങ്ങനെ കൊടുത്തു. അവൻ മുഖം തിരിച്ചു കളഞ്ഞു. അവനത് വേണ്ടാന്ന് വെച്ചു എന്നാണ് വചനം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ശരിക്കും ഉപവാസം, പൂർണ്ണ ഉപവാസം. അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് ഈ ബലി പൂർത്തിയാവുന്നത് വരെ ഈശോ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി പിന്നെ എപ്പോഴാണ് കഴിക്കുന്നതെന്നറിയാമോ? പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് ഉമാര് വിശ്വസിക്കാഞ്ഞപ്പോൾ കൊച്ചുങ്ങളെ വല്ലതും തിന്നാൻ താടാന്ന് പറഞ്ഞു. പാപപരിഹാര ദിനം കഴിഞ്ഞ് ഒരു ഭക്ഷണമുണ്ട്, യഹൂദനുണ്ട്. കർത്താവ് ഇത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈശോ അവരുടെ പക്കൽ നിന്ന് വറുത്ത ഒരു കഷണം മീൻ വാങ്ങിച്ച് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഫാസ്റ്റിംഗ്. ചൊല്ലി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പാപപരിഹാര ദിനത്തിന്റെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നു? 1, ജനത്തിന്റെ വിശുദ്ധീകരണം. 2, പ്രധാന പുരോഹിതന്റെ വിശുദ്ധീകരണം. 3, സമാഗമ കൂടാരത്തിന്റെ വിശുദ്ധീകരണം. ഒരു ഇൻഫർമേഷൻ മനസ്സിൽ വെച്ചു. ജനത്തിന്റെ വിശുദ്ധീകരണം അന്ന് നടക്കും. പ്രധാന പുരോഹിതൻ തന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യും. അതുപോലെ സമാഗമ കൂടാരത്തിലെ ബലിപീഠം, ക്ഷാളനപാത്രം, അതുപോലെ വിളക്ക്, തിരുസാന്നിധ്യപ്പത്തിന്റെ മേശ, ധൂപപീഠം, വാഗ്ദാന പേടകം എല്ലാം അന്ന് രക്തം തളിച്ച് വിശുദ്ധീകരിക്കും. 4-ാമത്തെ കാര്യം, 4-ാമത്തെയാണോ 5-ാമത്തെയാണോ? 4-ാമത്തെ കാര്യം, അന്ന് പ്രധാന പുരോഹിതൻ ഏറ്റവും ലളിതമായ വസ്ത്രമാണ് ധരിക്കുന്നത്. പ്രധാന പുരോഹിതന്റെ മറ്റു വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റും. പ്രധാന പുരോഹിതന്റെ വേഷം ഞാൻ പഠിപ്പിച്ചിരുന്നു. എന്തൊക്കെയാണ്? റിവൈൻഡ്, തലപ്പാവ്, നെറ്റിയിൽ ഒരു സ്വർണ്ണ തകിടിൽ എഴുതി വെച്ചിരിക്കും കർത്താവിന് സമർപ്പിതൻ. താഴോട്ട് വരുമ്പോഴോ ആദ്യം ഒരു അങ്കി, അതിന് മേളിലൊരു നിലയങ്കി, പിന്നെ അതിന് മേളിലൊരു ഏഫോദ്, അതിൽ ഒരു ഫലകം, 12 കല്ലുകൾ, തോളിൽ 6 കല്ല് വീതം 12 കല്ലുകൾ. ഇതൊക്കെ ആയിരുന്നു പ്രധാന പുരോഹിതന്റെ വേഷം. അതെല്ലാം മാറ്റും. എല്ലാം മാറ്റിയിട്ട് ഒരു നേർത്ത ചണത്തുണി കൊണ്ടുണ്ടാക്കിയ ഒരു വെള്ള വസ്ത്രം മാത്രം ധരിക്കും. പ്രധാന പുരോഹിതനായ യേശുവിനെ കാൽവരി മലയിൽ കുരിശിൽ തറയ്ക്കും മുമ്പ് അവർ അവന്റെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി ഉരിഞ്ഞെടുത്തു. പ്രധാന പുരോഹിതൻ പാപപരിഹാര ബലി അർപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഏറ്റവും സിംപിളസ്റ്റ് ഡ്രസ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തത് 5-ാമത്തെ കാര്യം, പ്രധാന പുരോഹിതൻ ഈ പാപപരിഹാര ബലി അർപ്പിക്കുമ്പോൾ അടുത്തൊരു ഇൻഫർമേഷൻ ഇതാണ്: ഒരൊറ്റ കുഞ്ഞു പോലും സമാഗമ കൂടാരത്തിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും വെളിയിലിറങ്ങി നിൽക്കണം. അവരിലെ അവസാനത്തവന് അവനെ വിട്ടിട്ട് ഓടിപ്പോയി എന്ന് മർക്കോസ് പറയുന്നത് അതുകൊണ്ടാണ്. ബലി നടക്കുന്ന സമയത്ത് ആരും, പുരോഹിതന്മാരോ കൂടെയുള്ളവരോ ഒന്നും, എല്ലാവരും വെളിയിൽ നിൽക്കണം എന്നായിരുന്നു നിയമം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇനി നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് പാപപരിഹാര ദിനത്തിൽ പ്രധാന പുരോഹിതൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അസിസ്റ്റന്റ് ആരുമില്ല. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി എന്ന് പറയുന്നില്ലേ, അത് ഇതുകൊണ്ടാണ്. അസിസ്റ്റൻസ് പാടില്ലെന്ന് നമ്മൾ ഈ പാവം ശിഷ്യന്മാരെ എന്തോരം കുറ്റം പറഞ്ഞു. ഒറ്റ വരണം, നാണം കെട്ടവന്മാരെ കൂടെ നില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞില്ലേ. നിൽക്കാൻ പാടില്ല, അന്നെല്ലാം ഓടിക്കോണം. പ്രധാന പുരോഹിതൻ തന്നെ ബലിയർപ്പിക്കണം. സമാഗമ കൂടാരത്തിൽ നിന്ന് എല്ലാവരും വിട്ട് വെളി നിൽക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് വെളി നിൽക്കണം. അടുത്തത് 6-ാമത്തെ കാര്യം, പുരോഹിതൻ തൻ്റെ കൈകളും കാലുകളും ക്ഷാളനപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കഴുകണം. അതാണ് ബലിക്ക് യേശുവിനെ തള്ളിവിടുന്നതിന് മുമ്പ് പീലാത്തോസ് കൈ കഴുകി. ഇതെല്ലാം ആ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നിറവേറും, എല്ലാം നിറവേറും. അപ്പൊ എക്സക്യൂഷണർ, ഈ ബലി അർപ്പിക്കാൻ പോകുന്ന, ഈ ആടിനെ കൊല്ലാൻ പോകുന്ന ആള്, ഒരു ഡയമെൻഷനിൽ പറഞ്ഞാൽ പീലാത്തോസ് ആണ് അല്ലേ? ആ പീലാത്തോസ് കഴുകി. അടുത്തത്, ഈ പുരോഹിതൻ തന്നെ കഴുകി വിശുദ്ധീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കാളയെ
2 കോലാടുകൾ. ഇനി വളരെ ശ്രദ്ധിക്കണം. ഒരു കാള, 2 കോലാട്. കാളയെ പുരോഹിതൻ അർപ്പിക്കുന്നത് തൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്. ഇനി 2 കോലാടുകളെ കൊണ്ടുവരും. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് പിടികിട്ടിയില്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ ചില സംശയം വരും. ഒരാടിനെ ദൈവത്തിനായും ഒരാടിനെ അസസേലിനായും മാറ്റിവെക്കണം എന്നൊക്കെ ഉണ്ട്. അസസേലോ, അതെന്താന്നൊക്കെ വായും പൊളിച്ച് നോക്കിയിരിക്കരുത്. പിന്നെ ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കണം. ഒരു കാളയെ പുരോഹിതൻ കൊല്ലും, അത് തൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്. 2 കോലാടുകളെ കൊണ്ടുവരും. പുരോഹിതൻ 2 ആടുകളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരും. വന്നിട്ട് കുറിയിടും. കുറിയിട്ടിട്ട് ദൈവത്തിന് എന്ന് കുറി വീഴുന്ന ആട്, അടയാളമൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ കുറി ഇടുന്നത്. അപ്പോൾ ദൈവത്തിന്, അത് ദൈവത്തിന്, അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തും. അസസേലിന് കുറി വീഴുകയാണ്, അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തും. എന്താണ് അസസേൽ? അസസേൽ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയുന്നുണ്ട് അതൊരു പിശാചിൻ്റെ പേരായിരുന്നു. അങ്ങനെയൊക്കെ പറയാൻ പോയാൽ വലിയ കോംപ്ലിക്കേഷൻ ആവും. പിന്നെ നമ്മൾ പിശാചിനെ പ്രസാദിപ്പിക്കാൻ യേശു ബലിയർപ്പിച്ചു എന്നൊരു അർത്ഥത്തിലേക്കൊക്കെ വരേണ്ടി വരും. അതുകൊണ്ട് അതല്ല അതിൻ്റെ അർത്ഥം. അസസേൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഓടിച്ചു വിടേണ്ട ആട് എന്നാണ്. ഓടിച്ചു വിടേണ്ട ആട്, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓടിച്ചു വിടേണ്ട ആട്, ഒരാടിനെ ഓടിച്ചു വിടണം. ഇനി എന്നെ നോക്കി, 2 കോലാടുകൾ. ആ 2 കോലാടിലെ ഒരാടിനെ പുരോഹിതൻ സമാഗമ കൂടാരത്തിന്റെ വെളിയിൽ വെച്ച് കൊല്ലും, ഒരാടിനെ. എന്നിട്ട് ആ ആടിന്റെ രക്തവും എടുത്ത്, കാളയുടെ രക്തവും ആ ആടിന്റെ രക്തവും എടുത്ത് മാറ്റി വെക്കും. ഒരാടിനെ കൊന്നു. ഇനി എത്ര ആടുണ്ട്? ഒരാടൂടുണ്ട്. ആ ആടിന്റെ ശിരസിൽ പ്രധാന പുരോഹിതൻ കൈവെക്കും. കൈവച്ചിട്ട് ആ കൊല്ലം പ്രധാന പുരോഹിതന്റെ ശുശ്രൂഷ അധികാരത്തിന് കീഴിലുള്ള ജനം ചെയ്ത എല്ലാ തെറ്റുകളും പുരോഹിതൻ ഏറ്റുപറയും. പ്രധാന പുരോഹിതൻ ആടിന്റെ മേൽ കൈവച്ചിട്ട് ജനം ചെയ്യാൻ സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന എല്ലാം അറിയാമല്ലോ, ആ കൽപ്പനയെല്ലാം ജനം തെറ്റിച്ചിട്ടുണ്ടാവും. അത് മുഴുവൻ സമയമെടുത്ത് പ്രധാന പുരോഹിതൻ ഏറ്റുപറഞ്ഞ് ആ പാപം മുഴുവൻ ഈ ഓടിച്ചു വിടാനുള്ള ഒരാടാണിത്, ആ ആടിന്റെ മേൽ ചുമത്തും. എന്ന് പറഞ്ഞാൽ ഈ പാപം മുഴുവൻ ഈ ആടിന്റെ മേൽ ചുമത്തപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആടിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആളുകൾ എല്ലാവരും കൂടി വന്ന് അടിച്ചും തല്ലിയും ഉപദ്രവിച്ചും മുറിവേൽപ്പിച്ചും ഈ ആടിനെ മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഈ ആടിനെ എല്ലാവരും കൂടെ ആക്രോശിച്ച് ആരവമുണ്ടാക്കി ഇതിനെ അടിച്ചോടിച്ചു വിടും. ഇനി നിങ്ങൾ കുരിശിന്റെ വഴിയിൽ യേശുവിനെ ആളുകൾ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ജെറുസലേമിന് വെളിയിലാണ് കാൽവരി മല. ആ ജെറുസലേമിന് വെളിയിൽ, പാളയത്തിന് വെളിയിലേക്ക് ഓടിച്ചു വിട്ടത് ഈ ആടാണ്, സ്കേപ്പ് ഗോട്ട്. ഈ ആടിനെ കുറിച്ചാണ് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ, ഇപ്പൊ പിടികിട്ടിയ അർത്ഥം, ലോകത്തിന്റെ പാപം ചുമന്ന് കാൽവരിയിലേക്ക് ഓടിച്ചു വിടപ്പെട്ട സ്കേപ്പ് ഗോട്ട്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരാടിനെ കൊന്നു, ആ ആടിന്റെ രക്തം തളിക്കും. ഇനി രണ്ടാമതൊരാടുണ്ട്, ആ ആടിന്റെ മേൽ, ഈ 2 ആടും യേശുവാണ്. മനസ്സിലായോ? ഈ 2 ആടും യേശുവാണ്. 2 ഫംഗ്ഷനാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് 2 ആടിനെ കൊണ്ടിരുന്നത്. ഒന്ന്, ആടിന്റെ രക്തം എടുത്ത് തളിക്കണം. 2, ഒരാടിനെ അടിച്ചോടിച്ച് അങ്ങ് മരുഭൂമിയിലേക്ക് വിടണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ ശ്രദ്ധിച്ചോ. യേശുക്രിസ്തു എന്ന ആടിന്റെ മേൽ എല്ലാ പാപവും ചുമത്തി ദൈവം. എന്നിട്ട് ജനം മുഴുവൻ ആ ആടിനെ ഓടിച്ച് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, കൊണ്ടുപോ, കുരിശിത്തറച്ചു കൊല്ലു, അവനെ ക്രൂശിക്കുക. എല്ലാവരും കൂടെ ഇവനെ ആട്ടി ഓടിച്ച് കാൽവരി മലയിലേക്ക് വിട്ടു, പാളയത്തിന് വെളിയിലേക്ക്. ശ്രദ്ധിക്കാമോ ഒരു കാര്യം? അതായത് ഈ സ്കേപ്പ് ഗോട്ടിനെ, ഈ അസസേലിന് വേണ്ടി മാറ്റിവെച്ച് പാപമെല്ലാം ചുമത്തപ്പെട്ട, ശ്രദ്ധിക്കണേ, പാപമെല്ലാം ചുമത്തപ്പെട്ട് ഓടിച്ചു വിടുന്നു. ഇതിനെ അങ്ങ് അടിച്ചടിച്ച് മുറിവേൽപ്പിച്ച് അങ്ങ് മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കും. അത് അവിടെ വെച്ച് മരിക്കും.
ഒരിക്കലും ഈ ആട് തിരിച്ചു വരില്ല. ഒരിക്കലും. ഇനി നിങ്ങൾ കേട്ടോ, ഒരിക്കൽ ഈ ആട് തിരിച്ചു വന്നു. എന്നാന്നറിയാമോ? യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ട വർഷം ഈ അസസേലിന് വേണ്ടി മാറ്റിവെച്ച ആട് നഗരത്തിലേക്ക് തിരിച്ചു വന്നു. കാരണം അതിനി റോളില്ല, വേറൊരാട് അതിന് പകരം കുരിശിലേറ്റപ്പെട്ടു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറയുന്നത് യഹൂദന്മാരുടെ ഇടയിലെ പാരമ്പര്യമാണ്. യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ട ആ വർഷം ഈ സ്കേപ്പ് ഗോട്ട് തിരിച്ചു വന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത ഈ ആട് ആ വർഷം മാത്രം തിരിച്ചു വന്നു. കാരണം ആ ആടിന്റെ റോള് കഴിഞ്ഞു. ആടിന് പകരം യേശു ക്രിസ്തു കുരിശിലേറി. ഒന്ന് കണ്ണടച്ചേ, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. കർത്താവിന് നന്ദി പറഞ്ഞേ. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കും സ്നേഹത്തിനും നമ്മുടെ മുഴുവൻ പാപം ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു. എൻ്റെ പാപം നിന്റെ പാപമല്ല, യേശു ചുമന്നതാണ്. കണ്ണടച്ചേ. ഇത്രത്തോളം കർത്താവിനോട് ഹൃദയത്തിൽ സ്നേഹമുണ്ടോ? ഇത്രത്തോളം ഒന്ന് ഹൃദയം തുറന്ന് ഈശോയെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. കർത്താവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്നേഹത്തോടെ ഉറക്കെ വിളിച്ച യേശുവേ, ഈശോയേ, ഈശോയേ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത് പുരോഹിതൻ ഈ കാളക്കിടാവിൻ്റെയും കോലാടിൻ്റെയും ഒരാടിനെ ഓടിച്ചു വിട്ടു. ഇനി അത് കഴിഞ്ഞ കാളക്കിടാവിൻ്റെയും കോലാടിൻ്റെയും രക്തം ഒരു തളികയിൽ, ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് പ്രധാന പുരോഹിതൻ തന്നെ നേരെ സമാഗമ കൂടാരത്തിനകത്തേക്ക് കയറുകയാണ്. അദ്ദേഹത്തേക്ക് ചെന്നിട്ട് ബലിപീഠമുണ്ട്. ആ ബലിപീഠത്തിൽ രക്തത്തിൽ വിരൽ മുക്കി ബലിപീഠത്തിൽ അദ്ദേഹം ആ രക്തം തളിക്കും. അതിനുശേഷം ക്ഷാളന പാത്രത്തിൽ ഈ രക്തം തളിക്കും. അതിനുശേഷം അദ്ദേഹം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിട്ട് 7 കാലുള്ള വിളക്കിൽ രക്തം തളിക്കും. അതിനുശേഷം അദ്ദേഹം തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയിൽ രക്തം തളിക്കും. അതിനുശേഷം അദ്ദേഹം ധൂപപീഠത്തിൽ രക്തം തളിക്കും. വിശുദ്ധ സ്ഥലം കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരിക്കൽ മാത്രം, അന്ന് മാത്രമേ കയറൂ. അന്ന് ഈ രക്തവുമായിട്ട് അദ്ദേഹം കയറിയിട്ട് കൃപാസനത്തിന്റെ മീതെ ഈ രക്തം തളിക്കും. കെരൂബുകളുടെ മീതെ രക്തം തളിക്കും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ് സമാഗമ കൂടാരത്തെ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും തളിച്ചിട്ടുണ്ട് ദൈവം. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടതാണ്. നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടതാണ്. നമ്മുടെ ആത്മാവ് ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ വില. ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നീ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കാൻ, നിനക്ക് എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം ഉണ്ടാവണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ശ്രാപികളെ കണ്ടേ ഛായ ഹല്ലേലൂയ,
കുദിശ ഇൽ നിൻ മുമ്പിൽ ബാറക്കുമോ കുറിയേ ലൈസോ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ഹല്ലേലൂയ പരിശുദ്ധൻ നീ ദൈവസുതാ ബാറക്കുമോ കുറിയേ ലൈസോ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയിലെ ഈശോയെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ആലയത്തിൽ ഇന്ന് നാം ദൈവത്തിൻ്റെ വചനം കേട്ടു, കർത്താവിനെ നാം ഓർത്തു, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ധ്യാനിച്ചു. ഇപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ, വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ, കർത്താവിനെ സ്തോത്രവും ആരാധനയും മഹത്വവും പാടി മഹത്വപ്പെടുത്തി ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ ദൈവം നമുക്ക് ഇപ്പോൾ അവസരം തന്ന് നമ്മെ മാടി വിളിക്കുകയാണ്. കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നിസ്സഹായമായൊരു കുഞ്ഞിൻ്റെ ശരീരഭാഷയാണത്. എൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവമേ നിൻ്റെ കരങ്ങളിൽ മാത്രമാണ് സുരക്ഷിതമായിരിക്കുന്നത് എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. ദൈവം നൽകിയ എല്ലാ ദാനങ്ങളെയും ഓർക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ വഴി നടത്തിയ അനുഭവങ്ങൾ ഓർക്കാം. കർത്താവ് നയിച്ച വഴികൾ ഓർക്കാം. അമ്മ മക്കളെ എന്ന പോലെ കൈകളിലെടുത്ത് കൊണ്ടു നടന്നത് ഓർത്തുകൊണ്ട് ഈ നിമിഷം എല്ലാ ഹൃദയങ്ങളും ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞ്, പ്രിയമക്കളെ, എല്ലാം മറന്ന് ആരെയും ശ്രദ്ധിക്കാതെ അതിനെ തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 സത്യം വിളിക്കട്ടെ ഈശോയെ. സത്യം വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. 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 ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു.
ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു 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 കരങ്ങളടിച്ച് എല്ലാം മറന്ന് പാടി ആരാധിക്കണം. ആരെയും ശ്രദ്ധിക്കരുത്. ശരീരത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കും. സജീവ ബലിയായി ശരീരത്തെ സമർപ്പിക്കും. ശരീരം കൊണ്ട് ഇന്നോളം ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ചു. ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളോർത്ത് മാപ്പ് ചോദിച്ചു. ശരീരത്തെ സജീവമായ ഒരു ബലിയായി സമർപ്പിക്കാൻ കൃപ യാചിച്ചുകൊണ്ട് കർത്താവേ, കരങ്ങളടിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുകയാണ്. നന്നായിട്ട് കരങ്ങളടിച്ച് ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കണം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു 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 ഓ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയെ, ആലയത്തിൽ ഇറങ്ങി വരണമേ. എല്ലാ മക്കളിലും ഇറങ്ങി, അൾത്താരയിൽ നിന്ന് ഇറങ്ങി വലിയ ശക്തിയായി ഹൃദയങ്ങളിൽ കത്തി ജ്വലിക്കണമേ, വന്ന് നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാം മറന്ന് ആരാധിക്കണം, എല്ലാം മറന്ന് പ്രാർത്ഥിക്കണം. ആരെ ശ്രദ്ധിക്കരുത്, എല്ലാം മറന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഓ ദൈവമേ, ദൈവത്തിന്റെ പരിശുദ്ധനെ, ഓ പരിശുദ്ധനെ, 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 പരിശുദ്ധനെ. ചോദ്യം വിളിക്കട്ടെ ഈശോയെ. കരങ്ങളടിച്ച് ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും
വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമക്കളെ, പരിസരം മറക്കണം, കണ്ണുകൾ അടയ്ക്കണം, ഹൃദയത്തെ ഏകാഗ്രമാക്കണം. ശരീരത്തെ സമർപ്പിച്ചവർ, മനസ്സിനെ സമർപ്പിച്ചവർ ആത്മാവിലെത്തും, ആത്മാവിൻ്റെ ലോകത്തെത്തും. കൃപാസനത്തിൽ ദൈവം ഇറങ്ങി നിൽപ്പുണ്ട്. നീ എത്തിയാൽ മതി. ഈ തിരശീല കയറി നീ അകത്തേക്ക് കയറിയാൽ ദൈവം അവിടെയുണ്ട്. ദൈവം ഇറങ്ങി നിൽപ്പുണ്ട്. പ്രിയമക്കളെ, അഭിഷേകം ചോദിക്ക്. സഹിക്കാൻ അഭിഷേകം, തോൽക്കാൻ അഭിഷേകം, താഴാൻ അഭിഷേകം, കുരിശിൽ തറയ്ക്കപ്പെടാൻ അഭിഷേകം, എളിമപ്പെടാൻ അഭിഷേകം, എളിയ പ്രവൃത്തികൾ ചെയ്യാൻ അഭിഷേകം, അഹങ്കാരമില്ലാതാവാൻ അഭിഷേകം, അസൂയ മാറാൻ അഭിഷേകം, കോപമില്ലാതാവാൻ അഭിഷേകം, ശാന്തത കിട്ടാൻ അഭിഷേകം. കർത്താവേ, കർത്താവേ, ആത്മാവ് ഇറങ്ങി വരണമേ. ശക്തിയോടെ നന്നായിട്ട് കരങ്ങളടിച്ച് പൊന്നലരിയിൽ നല്ല കിന്നരമിട്ട് ബാബിലോണിൽ കണ്ണുനീരിൽ ആരാധിച്ചപ്പോ, പൊന്നലരിയിൽ നല്ല കിന്നരമിട്ട് ബാബിലോണിൽ കണ്ണുനീരിൽ ആരാധിച്ചപ്പോ, പണ്ടുമീറിയ തപ്പുതാളത്താൽ ആരാധിച്ചപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു. പണ്ടുമീറിയ തപ്പുതാളത്താൽ ആരാധിച്ചപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നു. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. വിളിക്കട്ടെ ഈശോയെ. ഭൂതങ്ങളുടെ രാജാവേ, സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ ഞങ്ങളുടെ പിതാവേ, ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും മക്കളെ. എല്ലാം മറന്ന് പ്രാർത്ഥിക്കും, എല്ലാം മറന്ന് പ്രാർത്ഥിക്ക്. നീ ഇറങ്ങി വരണമേ, നീ ജനത്തെ തൊടണമേ, നീ ദേശത്തെ വീണ്ടെടുക്കണമേ. കർത്താവേ, കർത്താവേ, നിങ്ങളുടെ കണ്ണുനീരിൽ നീ ഇറങ്ങി വരണമേ. ഓ അത്ഭുതങ്ങളുടെ രാജാവേ, ഈ ജനത്തിന്റെ ക്ലേശങ്ങളിൽ ഇറങ്ങി വരണമേ. മഹത്വത്തിന്റെ ദൈവമേ, സർവാധിപനേ, സർവശക്ത ഉന്നതനായ ദൈവമേ, അത്ഭുതങ്ങളുടെ രാജാവേ, രാജാധിരാജ, ഈശോയേ 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 ഈശോയേ. പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കും മക്കള്. ചങ്ക് പൊട്ടി വിളിക്ക്. ഇറങ്ങി നടക്കണമേ, ഇറങ്ങി നടക്കണമേ. ഈ ആലയത്തിലങ്ങ് ഇറങ്ങി നടക്കണമേ.
ശക്തിയോടെ സ്തുതിക്കട്ടെ, മടുക്കാതെ പ്രാർത്ഥിച്ചോണ്ട് മക്കളെ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചു. അതിവിശുദ്ധ സ്ഥലം, ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം, കൃപാസനം, മഹത്വത്തിന്റെ ഇരിപ്പിടം, സമാഗമ കൂടാരത്തിൽ ഇറങ്ങി വന്നവരെ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ കൃപകൾക്കായി ദാഹിക്കുക, പുതിയ കൃപാവരങ്ങൾക്കായി ചോദിച്ച് പ്രാർത്ഥിക്കുക, ദാഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട് മക്കളെ, കർത്താവ് ഇറങ്ങി നടക്കുന്നുണ്ട്. എല്ലാ മക്കളും പ്രാർത്ഥിച്ചു. അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവേ, രോഗക്കിടക്കുകൾ മാറ്റിവിരിക്കണം കർത്താവേ, രോഗബന്ധനങ്ങൾ അഴിയണം കർത്താവേ, കടബാധ്യതയിൽ ഇറങ്ങി ഇടപെടണം കർത്താവേ, നിങ്ങളുടെ കണ്ണുനീരിൽ ഇറങ്ങി വരണം കർത്താവേ. കരങ്ങളടിച്ച് ആരാധന അങ്ങേക്കാരാധന, 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 ആരാധന അങ്ങേക്കാരാധന. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ മുട്ടുമേ നിൽക്കുക. പ്രിയമക്കളെ, എല്ലാവരും പ്രാർത്ഥിക്കണം, ആരും അശ്രദ്ധരാവരുത്. ഈശോ സത്യമായും ഇറങ്ങി നിൽപ്പുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ വലിയ കാര്യങ്ങൾ നടക്കും. എല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്ക്, എന്നെ പൊതിഞ്ഞു പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കും. തിന്മ കാണാതെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ ഹൃദയത്തിൽ എന്നെ ചേർത്ത് വെക്കണേ എന്ന് പ്രാർത്ഥിക്കും. ആത്മാവിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ ക്രൂശിതനെ, ഉത്തിതനെ, മർത്യരെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണേ, തിന്മ കാണാതെ കാക്കണേ. ഈശോയെ, നിന്റെ ഹൃത്തിനുള്ളിൽ, ഈശോയെ, നിന്റെ മേലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞു പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് വലിയൊരു ദൈവസ്നേഹം ഒഴുകി ഇറങ്ങട്ടെ. എല്ലാ ഹൃദയങ്ങളിലും ആത്മാവ് പ്രവേശിക്കട്ടെ. ശക്തമായ ദൈവാനുഭവം ഉണ്ടാവട്ടെ. ഏകാഗ്രമായിട്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. എല്ലാ മക്കളും പ്രാർത്ഥിക്കും.
കരങ്ങൾ ഈശോയിലേക്ക് തുറന്നു പിടിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് കർത്താവിൽ നിന്ന് പ്രത്യേകമായി കൃപകളും വരങ്ങളും ദാനങ്ങളും ചോദിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ വലിയൊരു അനുഗ്രഹം തരാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ചേർത്ത് തന്നെ പിടിക്കണേ, വലിയ സ്നേഹം ഇപ്പോൾ തരണമേ എന്ന് ആഗ്രഹിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നന്നായിട്ട് നീട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ വിളിക്കട്ടെ. ഈശോയേ, ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ, യേശുവേ, യേശുവേ, യേശുവേ,